ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് മുഖത്തെ കറുത്ത പാടുകളും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടുകളുമെല്ലാം. ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണതല്ലേ. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്ക് പോലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡാർക്ക് സ്പോട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഡാർക്ക് സ്പോട്ടുകളാണ് ചില സമയത്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനായി മാറുന്നത്. ചില സമയത്തല്ല, മിക്കവാറും ഹൈപ്പർ പിഗ്മെൻറ്റേഷനായി മാറുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവരെ നമ്മൾ പോലും അറിയാതെ സംസാരിച്ച് പോകാറുണ്ടല്ലേ. മുഖത്ത് കരിമംഗല്യം വന്നല്ലേ. ചിലർക്കൊക്കെ സ്റ്റബേൺ ആയിട്ടുള്ള കരിമംഗല്യം നമ്മളുടെ ചിലരുടെ മൂക്കിൻ്റെ ഇവിടൊക്കെ ഇങ്ങനെ കാണാം. അപ്പം അതിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കൂടുതലും കറുപ്പാകും. അത് ആദ്യമേ തന്നെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നീ ആദ്യമേ തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2-3 പായ്ക്കൊക്കെ ഫേസിലിടുന്നത് ഒരുപാട് നല്ലതാണ്. കൂടുതലും സിട്രിക് എഫക്റ്റുള്ള ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ഫേസ് പാക്കുകളും ക്രീമുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഒരു എഫക്റ്റ് ഉണ്ടാവും ഹൈപ്പർ പിഗ്മെൻറ്റേഷന്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പെർമനൻ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അകത്തു നിന്ന് ബോഡി കൊണ്ട് ഫേസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനൊരു കെയർ എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ എടുക്കുന്ന കെയർ കുറച്ച് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കെയർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. നമ്മൾ ഇന്ന് ഫേസ് പാക്കും ഒരു ഫേസ് ജെല്ലും ഫേസ് ക്രീമും നമ്മൾ നോക്കാൻ പോകുന്നത് പാവക്ക വെച്ചിട്ടാണ്. പാവക്കായുടെ ഇലയും വളരെ നല്ലതാണ് കേട്ടോ. ഇലയ്ക്ക് നമ്മളുടെ കായിനേക്കാളും കൂടുതൽ ഒരു അസിഡിക് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇല എടുക്കാഞ്ഞത്. പാവക്കായുടെ ജ്യൂസ് കുടിക്കുന്നതും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയാനും നമ്മൾക്കൊരു രക്തപ്രസാദം ഫേസിലുണ്ടാകാനും ഒക്കെ നല്ലതാണ്. ജ്യൂസ് കുടിക്കുമ്പോൾ ആലോചിക്കുക, 1, 2, 3 പാവക്കയുടെ ചെറിയ പീസസ് വെച്ചിട്ട് മാത്രമേ ജ്യൂസ് അടിക്കാമുള്ളൂ. എന്നിട്ട് ആ ജ്യൂസിൽ ഒരു ഹാഫ് ലെമൺ കൂടെ ചേർത്തിട്ട് വേണം, കുറച്ച് സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണ് നമ്മൾ പാവക്ക ജ്യൂസ് കുടിക്കേണ്ടത്. അല്ലാതെ കഷ്ടപ്പെടുത്തി കയ്പിനെ അങ്ങനെ അങ്ങോട്ട് കുടിക്കേണ്ട കാര്യമില്ല. ഞാനൊക്കെ ഉണ്ടാക്കുന്ന പാവക്ക ജ്യൂസിന് പാവക്ക ആണെന്നൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. കാരണം ഒരു 3-4 പീസ് മാത്രം എടുത്ത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ജ്യൂസ് അരിച്ചെടുത്തിട്ട് അതിനകത്ത് ഹാഫ് ലൈം ഫുള്ള് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു നുള്ള് പിങ്ക് സാൾട്ടും കൂടി ഇട്ടിട്ടാണ് നമ്മളത് കുടിക്കുന്നത്. ബ്ലാക്ക് സാൾട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും നല്ലതാണ്. അപ്പം നമ്മൾക്കിന്ന് ക്രീം കണ്ടിട്ട് വന്നിട്ട് ബാക്കി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ആൻറ്റി ഓക്സിഡൻസിൽ റിച്ച് ആയിട്ടുള്ള പാവക്ക വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും ക്രീമും ഉണ്ടാക്കുന്നത്. പാവക്ക സ്കിന്നിനെ ബ്രൈറ്റ് ആക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. ഇതിന്റെ നാച്ചുറൽ വിറ്റാമിൻസ്, എസ്പെഷ്യലി വിറ്റാമിൻ സി ഒരുപാടുള്ളത് കൊണ്ട് നമ്മളുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടിനെയും പിഗ്മെന്റേഷനെയും ഒക്കെ കളയാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ്. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം എന്നതാണ് ഒരു ടിപ്സ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തി റിന്യൂവൽ ഓഫ് റിജനുവേഷൻ ഓഫ് ദ സ്കിന്ന്, നമ്മുടെ സ്കിന്നിനെ യുവത്വത്തിലേക്ക് മാറ്റാനായിട്ട് കഴിവുള്ള ഒന്നാണ് പാവക്ക. ഒരുപാട് നാളായിട്ട് മാറാത്ത പിമ്പിൾ മാർക്കും ഡാർക്ക് സ്പോട്ടുകളും ഒക്കെ മാറ്റി ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് വളരെ നല്ലതാണ് പാവക്ക. നമുക്ക് പാവക്കയുടെ പുറത്തുള്ള ആ മുള്ള് പോലത്തെ സാധനം മാത്രമാണ് വേണ്ടത്. നന്നായിട്ട് ഉരച്ച് ഗ്രേറ്റ് ചെയ്ത് അത് മാത്രം എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു ഫിൽറ്ററിലേക്ക് ഇട്ട് നന്നായിട്ട് അരിച്ചതിന്റെ ജ്യൂസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ജ്യൂസ് എടുത്തിട്ട് അതിന്റെ ബാക്കി ഭാഗവും നമ്മൾ കളയാതെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു നെറ്റിലോ ഒരു സാറ്റിൻ തുണിയിലോ ഏതെങ്കിലും ഒരു മീഡിയം വെച്ചിട്ട് ഫിൽറ്ററിലോ അരിപ്പയിലോ വെച്ച് നിങ്ങൾക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. കുറേ ജ്യൂസ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്രഷ് പാവക്ക ആണെന്നുണ്ടെങ്കിൽ കിട്ടും. ഇതുപോലെ എടുത്ത് നിങ്ങൾക്ക് ജ്യൂസ് ആക്കി കുടിക്കാവുന്നതുമാണ്. നമ്മൾ ഇന്ന് എടുക്കുന്നത് ക്രീമിന് വേണ്ടിയുള്ള ജ്യൂസാണ് ഫസ്റ്റ് എടുക്കുന്നത്. ക്രീമിന് വേണ്ടിയുള്ള ജ്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗവും നമ്മൾ ഒരു ഫേസ് പാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ഒരു ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കിൻ നല്ല വെളുത്ത് പാടുകളൊക്കെ മാറുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കാണാൻ സാധിക്കും. പാവക്കായുടെ ആ ഒരു ജ്യൂസ് എടുത്ത ബാക്കിയുള്ളതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കടലമാവാണ്. കടലമാവ് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ ദ ബെസ്റ്റ് ആണ്. ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കാച്ചാത്ത പശുവിൻ പാലാണ്. നിങ്ങൾക്ക് ആടിന്റെ പാല് കിട്ടുവാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. സ്കിന്നിനെ നന്നായിട്ട് ഫെയർ ആക്കാൻ കഴിവുള്ള ഒന്നാണ് ഗോട്ട് മിൽക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്
ഫേസ് പാക്കായിട്ട് ഇതുപോലെ ഒരു തിക്ക് ലെയർ ആയിട്ട് ഫേസിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഫേസിൽ വെച്ച് ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഇനി പാല് പറ്റില്ല എന്നുള്ളവർക്ക് അധികം പുളിയില്ലാത്ത തൈര് വളരെ നല്ലതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ആ പാവക്ക ജ്യൂസ് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ക്ലോവിന്റെ ഓയിലും ലെമൺ ഓയിലുമാണ്. ക്ലോവ് എന്ന് പറഞ്ഞാൽ ഗ്രാമ്പുവാണ്. ഗ്രാമ്പൂവിന്റെ ഓയിലും ലെമൺ ഓയിലുമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. രണ്ടും കൂടെ ചേർന്ന് ഏകദേശം ഒരു 2 മില്ലി ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ് ഇടാൻ പോകുന്നത്. അലോവേറ ജെല്ലും ഈ ഓയിലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കുറച്ചു നേരം മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാകും. ഇനി അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാന്താൻഗം കുറച്ച് ഗ്ലിസറിൽ മിക്സ് ചെയ്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ജെല്ലായിട്ട് കിട്ടും. ഇതിപ്പോ ക്രീം ആയിട്ടാണ് ഇരിക്കുന്നത്, മോയ്സ്ചറൈസർ പോലാണ് ഇരിക്കുന്നത്. ഇത് കുറേശ്ശെ നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ, റിസൾട്ട് കാണും. അപ്പോൾ ക്രീം കണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും പച്ച കളർ പാവക്ക കിട്ടില്ല, കുറച്ച് വൈറ്റിഷ് ആണെന്ന്. വൈറ്റ് ആണേലും പച്ച കളർ ആണേലും ആ സാധനത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് പാവക്ക അവൈലബിൾ ആണോ അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ഓയിൽസ്, ഞാൻ പറയുന്ന ഓയിൽസ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വാങ്ങുന്നതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈനിൽ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ എത്രത്തോളം അതിൻ്റെ ഗുണങ്ങൾ നന്നായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് നിങ്ങളോട് പറയാത്തത്. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഒരു 3-4 ഡ്രോപ്പ് ഒഴിക്കാം. അവക്കാഡോ ഓയിൽ 2-3 ഡ്രോപ്പ് ഒഴിക്കാം. പിന്നെ നമ്മളുടെ വെളിച്ചെണ്ണ 1-2 ഡ്രോപ്പ് ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ പോലും സ്കിൻ കെയറിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കൂ. സൺഫ്ലവർ ഓയിൽ അത്രയ്ക്കും നല്ലൊരു മോയ്സ്ചർ നമ്മളുടെ സ്കിന്നിൽ ലോക്ക് ചെയ്യാൻ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പാക്കുകളിൽ സൺഫ്ലവർ ഓയിലിൻ്റെ 1-2 ഡ്രോപ്പ് കൂടെ ഒഴിക്കാം. ഒരു 2 ഡ്രോപ്പ് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. ഇതെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ കിട്ടുന്ന എല്ലാ പരിഹാരങ്ങളും നമ്മളെ കൊണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷന് ചെയ്തു പോകുക എന്നുള്ളത് മാത്രം, ചെയ്ത് തുടർന്നു കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ചിലർ പറയും, ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു, അവരൊരു ക്രീം തന്നു, ഇട്ടപ്പോൾ നല്ലതായിരുന്നു, പിന്നെ വീണ്ടും അങ്ങനെയായി. അത് ആ ക്രീമിൻ്റെ കുഴപ്പമോ ഡോക്ടറുടെ കുഴപ്പമോ ഒന്നുമല്ല. അവരുദ്ദേശിക്കുന്ന നിങ്ങൾ ഈ ക്രീം നിരന്തരം ഇടൂ എന്നുള്ളതാണ്. നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കറുത്ത് ഫേസിൽ കാണുന്നത്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഒന്നൊരു കാര്യം അറിയാമോ, ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല. ശരിക്കും അത് സ്കിന്നിനെ നമ്മളുടെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രകൃതി തന്നെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് സ്കിൻ ക്യാൻസർ ഒന്നും വരില്ല. അപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് കാണണ്ട, നമ്മളുടെ ഫേസിലുണ്ടാകുന്ന ഒരു കളർ മാറ്റം, ഒരു പിഗ്മെന്റേഷൻ, അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി. ആ പിഗ്മെന്റേഷൻ നമ്മളുടെ ബ്യൂട്ടി കോൺസെപ്റ്റിൽ ഒരു റോങ് ആയതുകൊണ്ട്, ഒരു സന്തോഷമല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മളതിനെ കുറച്ച് ട്രീറ്റ് ചെയ്ത് കുറച്ച് ഫേസിനെ ഒന്ന് അൺഈവൻ സ്കിൻ ടോണിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു യൂത്ത്ഫുൾ ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പാവക്കാട് ജ്യൂസ് യൂത്ത്ഫുൾ ഗ്ലോ സ്കിന്നിൽ തരാൻ വളരെ നല്ലതാണ്. അതിനകത്ത് നമ്മൾക്ക് ലെമൺ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ലെമൺ ജ്യൂസിൻ്റെ ഒരു പ്രശ്നം, ചിലർക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലെമൺ ജ്യൂസ്, പിന്നെ വേറൊരു കാര്യം പറയാം, ലെമൺ ജ്യൂസും ലെമൺ ഓയിലും ഒക്കെ ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ തോലിൻ്റെ ഒരു 1/2 പീസ് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നതും വളരെ നല്ലതാണ്. ലെമണിൻ്റെ തോല് വളരെ നല്ലതാണ് നമ്മുടെ ഫേസിലേക്ക്. നമ്മൾ ഓറഞ്ചിൻ്റെ തോലൊക്കെ ഉണക്കി പൊടിച്ച് ഇടത്തില്ലേ, അതാണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്താൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇടണം. പൗഡറിൻ്റെ ഫേസ് പാക്ക് 2 ദിവസം ഇട്ടിട്ട് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ 1 ദിവസമോ 2 ദിവസമോ നിങ്ങൾക്ക് മാറ്റി ഷഫിൾ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിലേക്ക് എന്താണ് സ്യൂട്ടാകുക, എങ്ങനെ ഇട്ടാലാണ് വാച്ചാകുക എന്നുള്ളത്. അത് നമ്മൾക്ക് വേറൊരാൾക്കും അറിയാൻ പറ്റില്ല. എൻ്റെ സ്കിന്നിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ആർക്കും ചേരത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടാണ്. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കത് സെറ്റ് ആവുന്നില്ല, ഇത് സെറ്റ്. എൻ്റെ ഫേസിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് സ്യൂട്ടാകുന്ന ഒന്നാണ് തൈരും കടലമാവും ഒക്കെ. നിറയെ പേർക്കും അത് ചേരാത്ത കാര്യങ്ങൾ, തൈര്, കടലമാവ്. കാരണം എൻ്റെ മദറിലോ ഒക്കെ ഞാൻ എന്നും കണ്ടിട്ടുണ്ട്, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് അവരൊക്കെ അടുക്കള കയറുക. അപ്പോൾ എന്നും തൈരും കടലമാവും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ തേച്ചിട്ടാണ് കുളിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഫേസ് ഇപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്.
നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഫേസ് പാക്ക് ഒക്കെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്, എല്ലാം റീച്ചബിൾ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട്, ഇതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് ടിപ്സ് നിങ്ങൾ കാണുന്നത് കൊണ്ട് നമ്മൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയൊക്കെ കുറച്ച് സുന്ദരികളായിട്ട് ഇരിക്കാൻ പറ്റും. ഈ പാവക്കായ ജ്യൂസ് നമ്മൾ ഫേസിൽ ഇടുന്നതുകൊണ്ടുള്ള, പാക്ക് ഇടുന്നതുകൊണ്ടുള്ള വേറൊരു പ്ലസ്, ഫേസിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഇതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് നമ്മളെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിനൊരു യൂത്ത്ഫുൾ നറിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മലയാളം എനിക്കറിയില്ല കേട്ടോ. ഒരു യുവത്വം തുളുമ്പുന്ന ഫേസ് തരാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു കെയർ നമ്മളുടെ ഫേസിലോട്ടോ തലയിലോട്ടോ കയ്യിലോട്ടോ നമ്മളുടെ സെൽഫായിട്ടൊരു കെയർ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സന്തോഷമായിട്ടാണ് ഈ കെയറൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വേറൊരാൾക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുത്താൽ അത്രയ്ക്ക് സന്തോഷമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നില്ല. മേ ബി നമ്മളുടെ ഡ്യൂട്ടിക്ക് കടമയ്ക്കൊക്കെ നമ്മൾ ചെന്നിരിക്കും, നമ്മൾ ചിലപ്പോൾ സന്തോഷമായിട്ട് ചെയ്തെന്നിരിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേസിലേക്കോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മൾക്ക് അറിയാതെ തന്നെ ഒരു യൂത്ത്ഫുൾ ഗ്ലോ കിട്ടുകയും ചെയ്യും. ഒരുപാട് പേരും യങ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്നറിയോ? അവരുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കുന്നത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ടെൻഷൻസ് എടുത്ത് തലയിൽ വെക്കാതിരിക്കുക, ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എത്ര പറഞ്ഞാലും നിറയെ പേരും അതൊന്നും ചെയ്യാറില്ല. എന്നാലും എല്ലാവർക്കും ധൃതിയും എന്താ പറയണ്ടേ ആങ്സൈറ്റിയും ഒക്കെയാണ് സ്കിൻ കെയർ ചെയ്യാൻ. എനിക്ക് ഹാപ്പിയാണ് അത് കാണുമ്പോൾ. ഓക്കെ, സ്കിൻ കെയർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, സെൽഫ് ലവ് ചെയ്യുന്നുണ്ടല്ലോ, കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഈ സെൽഫ് ലവും എല്ലാത്തിനും ഒരു ലിമിറ്റ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഒരു പക്വതയോടെ വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു മെച്യൂരിറ്റി വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും. നമ്മൾ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് റീചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മളുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതിരിക്കുക, അറിഞ്ഞോ അറിയാതെയോ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഇനി ഹേർട്ട് ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ അപ്പം തന്നെ സോറി പറഞ്ഞ് വെളിയിൽ വരിക. ആ സോറി പറഞ്ഞിട്ട് പിന്നെ അത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. എന്താണ് നമുക്ക് പറ്റാത്ത ഒരു കാര്യം എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പറ്റില്ല എന്ന് തന്നെ പറയുക. ഓക്കെ, ഇതുകൊണ്ടൊക്കെ നമ്മൾക്ക് എന്താ ചെയ്യുന്നത്? നമ്മളെ തന്നെ കെയർ ചെയ്യുന്നതാണ് ഇതൊക്കെ. നമുക്ക് ആ സെൽഫ് കെയർ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ യൂസ് കിട്ടുക. ചിലർ പറയത്തില്ലേ, എന്ത് ക്രീം ഇട്ടിട്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. എന്തുകൊണ്ടാണ്? ഒരു ഡൗട്ടോടെ ഇടുന്നതുകൊണ്ടാണ്, സന്തോഷമില്ലാതെ ഇടുന്നതുകൊണ്ടാണ്. സന്തോഷമില്ലാതെ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കിക്കേ, അന്ന് വെറുതെ ഉണ്ടാക്കുന്ന കറികൾക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ എത്ര കെയർ എടുത്ത് എഫേർട്ട് എടുത്ത് ഒരു സന്തോഷമില്ലാതെ ചെയ്യുന്ന ദിവസം കിച്ചണിലെ വർക്ക് പോലും അത് കിച്ചണിലെ വർക്ക് പോലും എന്ന് വെച്ചാൽ അതൊരു ഈസി ജോക്ക് അല്ല, നമുക്ക് പ്രാക്ടീസായ കാര്യമാണ് അല്ലേ. പാചകം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പാചകം അറിയാത്തത് ഒരു സ്റ്റൈലുമല്ല. ഞാൻ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സമയമുണ്ടെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഞാൻ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അന്ന് നമ്മളുടെ ഫുഡ് നമുക്ക് തന്നെ കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നില്ലേ? അതുപോലെയാണ് സ്കിൻ കെയർ. നമ്മളുടെ സ്കിൻ നമ്മളോട് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടും ഡൗട്ട്ഫുൾ അല്ലാതെയും സന്തോഷത്തോടു കൂടിയും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനും ഒക്കെയുള്ളതാണ്. ഇനി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഡൗട്ടുകൾ ചോദിക്കാനും, നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ ഡൗട്ടുകൾ ചോദിക്കാനും, ഹൗ ടു യൂസ് ചോദിക്കാനും, ബെനിഫിറ്റ്സ് ചോദിക്കാനും ഒക്കെയുള്ള നമ്പറാണത്. അല്ലാതെ വീഡിയോ കണ്ടിട്ട് വീഡിയോയുടെ ഡൗട്ടുകൾ വന്ന് അവിടെ ചോദിക്കരുത്. കാരണം ഞാൻ ആ നമ്പറിൽ അവൈലബിളേ ആയിരിക്കത്തില്ല. ഞാൻ ആ നമ്പറിൽ ഇനി അങ്ങോട്ട് ഒരു സൺഡേ മാത്രമാണ് ഞാൻ അതിന് റിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒട്ടും തന്നെ സമയമില്ല, മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ, എനിക്ക് ഫോക്കസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയും എനിക്ക് ഫോക്കസ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ. ആ റെസ്പോൺസിബിലിറ്റിയുടെ ഇടയിൽ ഇതുപോലത്തെ ഡൗട്ടുകൾ പറഞ്ഞു തരാനായിട്ടുള്ള സമയമില്ല. വീഡിയോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. പിന്നെ നമ്മൾക്കൊരു ഔചിത്യ ബോധമുണ്ടല്ലോ, ഇതിന് ഇന്നതായിരിക്കും ചേർക്കുന്നത്. ഒരു സാമ്പാറിനകത്ത് 1.5 സ്പൂൺ സാമ്പാർ പൊടി ഇടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അത് എത്രയായിരിക്കും നമ്മളുടെ വീട്ടിലെ കണക്കെന്ന്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ എന്താണ് അതിനൊരു മെഷർമെൻ്റ് എന്ന് പോലും അറിയാതെ കറക്റ്റ് 2 സ്പൂൺ 3 സ്പൂൺ വെച്ച് നിങ്ങളൊരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ, സ്കിൻ കെയറിൻ്റെ റെസിപ്പിയോ ഹെയർ കെയറിൻ്റെ റെസിപ്പിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും നന്നാവില്ല.
അതൊരിക്കലും കറക്റ്റ് ആണെന്നില്ല. നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഏകദേശം അതിനെക്കുറിച്ചൊരു രൂപമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വന്തമായിട്ട് മോയ്സ്ചറൈസർ ഉണ്ടാക്കി ഇടാവുള്ളൂ, സ്വന്തമായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി തേക്കാമുള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്ത് സ്കിൻ കെയറോ ഹെയർ കെയറോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് യാതൊരു ഐഡിയയും ഇല്ലാതെ വീഡിയോ മാത്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യരുത്. ഡൗട്ട് ഉള്ളപ്പോൾ വീണ്ടും 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 വീഡിയോ കാണുക. അപ്പം നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്. അതിലൊരു 10-15 വീഡിയോകൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊന്നും നമുക്ക് എല്ലാം ചെയ്യാം. അങ്ങനെ കുറേ വീഡിയോസ് കണ്ട് പഠിച്ചു കഴിഞ്ഞ് മാത്രമേ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിറയെ പേർക്കും ചില കാര്യങ്ങൾക്കൊന്നും റിപ്ലൈ, നിറയെ പേരില്ല, 1, 2, 3 പേർക്ക് ചില കാര്യങ്ങൾക്ക് റിപ്ലൈ തരാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു ഹോബിയാണ്. അത് ഹോബിയായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കാറുള്ളൂ. ആ ഹോബി അവർ എൻജോയ് ചെയ്യട്ടെ, അതിൻ്റെ ആൻസർ ഞാൻ കൊടുക്കാറില്ല. ഞാനിപ്പോൾ എല്ലാ കമൻറ്റുകൾക്കും ആൻസർ തരുന്നുണ്ട്, അത് കറക്റ്റാണ്, ലൈക്ക് ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമും താങ്ക്ഫുൾ ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ റിപ്ലൈ ആയിട്ട് തരാറുള്ളൂ. അത് ഞാൻ ബോൾഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ടഫ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ബിസിനസ് മൈൻഡ് ഈസ് വെരി ഗുഡ്, but at the same time I am not business minded in this channel or through my Vibhuti Skin Care Store. അവിടെ ബിസിനസ് മൈൻഡ് ഇടാനുള്ള സമയമായിട്ടില്ല. അത് വളരെ ഒരു ആദ്യത്തെ 2-3 ഇല വിറ്റിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അവിടെ ബിസിനസ് മൈൻഡ് കാണിക്കാനുള്ള സമയം നമ്മൾക്കായിട്ടില്ല. ബിസിനസ് മൈൻഡ് വേറെ സ്ഥലത്തൊക്കെ നമ്മളുടെ ബിസിനസ്സുകളിലൊക്കെ നമ്മൾ ബിസിനസ് മൈൻഡ് ഇട്ടാൽ മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സും സന്തോഷമായിട്ടിരിക്കത്തുള്ളൂ. നമ്മളുടെ എന്താ പറയണ്ടേ, നമ്മുടെ എംപ്ലോയീസ് അല്ലെ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേരുടെ ലൈഫ് ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്കിൻ കെയറും ഞാനും സ്റ്റോറും ഞാനും അങ്ങനല്ല. അതുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും സന്തോഷമാണ്, അവർക്കും അവരുടെ ശമ്പളം കൂടണം അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നത്, അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഡൗട്ടിന് ഞാൻ ഇനി ഞായറാഴ്ചകൾ മാത്രമേ ആൻസർ പറയുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ തന്നിരിക്കും ആഫ്റ്റർ 7 PM. അതും ഒന്ന് വെയിറ്റ് ചെയ്യുക. 7 PM ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എപ്പോൾ വേണേൽ ചോദിച്ചിടാം, കുഴപ്പമില്ല. പക്ഷേ റിപ്ലൈ വരുമ്പോൾ 7 മണി കഴിഞ്ഞേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും ബിസിയാണ്, കുറേ കാര്യങ്ങളുണ്ട്. എനിക്കും എന്നെയും കൂടെ ഒന്ന് കെയർ ചെയ്യാനുള്ള സമയവും വേണം. വന്നു കഴിഞ്ഞ് എൻ്റെ കെയർ എല്ലാം കൂടെ ഞാൻ നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കെയർ എപ്പോഴും എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. എൻ്റെ കൂടെ നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാനും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുമെന്ന് പറയട്ടെ. അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നും എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണാം. ടേക്ക് കെയർ.